ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പുതിയൊരു വർഷമാണ്. 2025 എന്നൊരു വർഷമാണ് നമുക്ക് മുന്നിലുള്ളത്. നമുക്ക് എങ്ങനെയും ഒരു ജോലി നേടണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മൈൻഡിൽ. അപ്പോൾ എന്ത് ചൂസ് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ് ജോബിൽ തന്നെ ഏത് ചൂസ് ചെയ്യണം? SSC ചൂസ് ചെയ്യണോ, ബാങ്ക് ചൂസ് ചെയ്യണോ? ഈവൻ RRB ഉണ്ട്. RRB ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാത്തത്. ഇനി വരാൻ പോകുന്ന അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് SSCയും ബാങ്കുമാണ്. അപ്പോൾ ആ SSC ബാങ്കിനെ എങ്ങനെ നേരിടണം, എങ്ങനെയാണ്, ഏതാണ് ബെറ്റർ, ഏതാണ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് നിങ്ങൾക്കായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. ഇപ്പോൾ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുക, ആദ്യമായിട്ടാണ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പലതും അറിയാതെ വരും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കൃത്യമായി ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ SSC വേഴ്സസ് ബാങ്ക് 2025 എന്നൊരു വർഷത്തിൽ SSC ചൂസ് ചെയ്യണോ, ബാങ്ക് ചൂസ് ചെയ്യണോ, അതോ വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യണോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ക്ലിയർ കട്ട് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എക്സാമിൻ്റെ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പോൾ RRB ഉണ്ട്, SSC ഉണ്ട്, ബാങ്ക് എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കിനി വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്കൊരു ടൈം ലിമിറ്റ് എങ്കിലും വേണം. നമുക്ക് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാനെങ്കിലും പറ്റുന്ന ഒരു ടൈം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പെട്ടെന്നൊരു സമയത്ത് നമ്മളിപ്പോൾ വന്ന ഉടനെ തന്നെ എഴുതി പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻസ് അല്ല ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡിഗ്രിയൊക്കെ പഠിച്ചു വരുന്നവരാണെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ നോർമലി ഇതുവരെ പഠിച്ച ഒരു സിലബസോ അല്ലെങ്കിൽ ആ ഒരു രീതി ഓഫ് പാറ്റേണോ ഒന്നും അല്ല നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു സംഭവമാണ് പഠിക്കുന്നത്. അതിന് മിനിമം നമ്മളൊരു 6 മാസം പോരാ, നമുക്കൊരു വർഷം എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ അതിന് വേണ്ടിയായിട്ട് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു എക്സാമും കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ വന്ന ഉടനെ തന്നെ പാസ്സാവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആരുടെ മൈൻഡിലും ഉണ്ടാവരുത്. അത്യാവശ്യം നമ്മൾ അതിന് വേണ്ടിയായിട്ട് ഒരു വർഷമെങ്കിലും കഠിനമായിട്ട് പ്രയത്നിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സത്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളുക. എക്സാമിൻ്റെ ടൈം ലൈൻ മനസ്സിലാക്കുക. SSC ആകുമ്പോൾ നമുക്ക് വരുന്ന എക്സാംസുകളാണ് ഈ പറയുന്നത്. ഇനി വരാൻ പോകുന്ന എക്സാമാണ്. SSC ആയാലും ബാങ്ക് എടുത്ത് നോക്കിയാലും നമ്മുടെ മുന്നിൽ എത്ര മാസം സമയമുണ്ട്? ഒരു 6 month ടൈം ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതിനോടാണ് താല്പര്യം വരേണ്ടതെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതിലേക്ക് പറയുന്നത്. അപ്പോൾ നമ്മുടെ SSC വരുമ്പോൾ നമ്മുടെ കലണ്ടർ പ്രഖ്യാപിച്ചിരുന്നു. SSC ഓൾറെഡി കലണ്ടർ റിലീസ് ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള SSC എക്സാംസുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് സെലക്ഷൻ പോസ്റ്റ് ആണ്. അത് വരുന്നത് ജൂൺ ജൂലൈ എന്ന് പറയുന്ന ടൈമിലേക്കാണ്. ജൂലൈ ജൂൺ സമയത്തിലേക്കാണ് സെലക്ഷൻ പോസ്റ്റ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷനായ SSC CGL ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന SSC CGL പ്രിലിംസ് നടക്കുന്നത് ജൂൺ ജൂലൈ എന്ന് പറഞ്ഞൊരു ടൈമാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഉറപ്പായിട്ടും ഇത് ടെൻറ്റേറ്റീവ് കലണ്ടറാണ്. ഇത് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിലേക്ക് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷെ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളുടെ മുന്നിലുള്ള സമയം 6 months അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുള്ളൊരു കാര്യം കൃത്യമായി നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നാണ് നമ്മൾ പറയുന്നത്. SSC CPO ഉണ്ട് ജൂലൈ ഓഗസ്റ്റ് സമയത്തിൽ. CPO എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി പോലീസിലെ SI എന്ന് പറയുന്ന പോസ്റ്റാണ്. ഡൽഹിയിൽ തന്നെ SI ആയിട്ട് നീങ്ങാനുള്ള ഒരു അവസരമാണ് SSC CPO എന്ന് പറയുന്നത്. എല്ലാം SSCയുടെ കീഴിൽ വരുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്ന SSC CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. അതിലേക്കാണ് നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റ് എല്ലാം വിളിക്കുന്നത്. നമുക്ക് അറിയാവുന്നുള്ളത് തന്നെയാണ്. +2 കഴിഞ്ഞവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ. പക്ഷേ അതിന് അതിൻ്റെതായ കുറേ എലമെൻസുകളുണ്ട്. നിങ്ങൾക്കറിയാം, ഡിഫിക്കൽട്ടി ലെവൽ ആയാലും എല്ലാം നോക്കുമ്പോൾ ഒരു +2 ലെവൽ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയണമെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന ഒരു എക്സാമിനേഷനാണ് CHSL. അപ്പോൾ അതുകൊണ്ട് അതിന് അതിൻ്റെതായ ഇതുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ജൂലൈ ഓഗസ്റ്റ് സമയം SSC CGL പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ടും SSC CHSL ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സബ്ജക്ട്സിന് വേണ്ടി പഠിക്കുക. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രധാനമായി മനസ്സിലാക്കുക, നമ്മളിപ്പോൾ SSC എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് ഒറ്റ സിലബസേ പഠിക്കാനുള്ളൂ. ഒരു സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാം എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, എത്രയോ ഇപ്പോൾ ഈ SSCയുടെ കീഴിൽ വരുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റ് ആണ് വരുന്നത്. ഒരൊറ്റ സിലബസ് പഠിക്കുന്നു, ഒരുപാട് എക്സാംസുകൾ എഴുതുന്നു, ആ ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് കൃത്യമായ രീതിക്ക് തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ SSC MTS വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാണ്. അതിന് എന്താണ്, 10ാം ക്ലാസ് യോഗ്യതയാണ്. അപ്പം നമ്മുടെ SSC എടുക്കുമ്പോൾ നമുക്ക് 10ന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, +2 ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പം നമുക്ക് SSC എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് കാറ്റഗറി തന്നെ ഉണ്ട്. നമുക്ക് എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
അപ്പോൾ അതിന് അതിൻ്റെതായ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം ഒരു രീതിയിൽ പഠിക്കാൻ തയ്യാറാവുന്ന ഒരാളെ കൊണ്ട് നടക്കുന്ന കാര്യം തന്നെയാണെന്ന് പറയുന്നത് SSCA പോലുള്ള ഒരു എക്സാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റെനോഗ്രാഫി എക്സാം ഉണ്ട്. ഒരു സ്കിൽ ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ ആണ് സ്റ്റെനോഗ്രാഫർ. ടൈപ്പിങ്ങും അതിൻ്റെ പോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ടെസ്റ്റുകളും എല്ലാം എഴുതി പാസ്സായവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് സ്റ്റെനോഗ്രാഫി എന്ന് പറയുന്നത്. SSC JEE എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് ആണ്. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. RRB JEE ഉണ്ട്, SSC JEE ഉണ്ട്. അപ്പോൾ SSC JEE അതിനനുസരിച്ച് ഒരു അവസരമാണ്. നമ്മുടെ BTech ഒക്കെ കഴിഞ്ഞുള്ളവർക്കിട്ടുള്ള ഒരു അവസരമായിട്ടാണ് SSC JEE പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഡൽഹി പോലീസിന്റെ കോൺസ്റ്റബിൾ വിളിക്കാറുണ്ട്. ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ആണ് ഏകദേശം ലാസ്റ്റിൽ വിളിക്കാനായിട്ടിരിക്കുന്നത്, നമ്മുടെ നവംബർ ഡിസംബർ മാസത്തിൽ. ഇതിന്റെ ഒപ്പം വിളിക്കുന്ന ഒരു സംഭവമാണ് SSC GD എന്ന് പറയുന്ന പോസ്റ്റ്. SSC GD ഇപ്പോൾ ഫെബ്രുവരിയിൽ കഴിയാൻ പോകുന്നത് കൊണ്ടാണ്, എക്സാം നടക്കാൻ പോകുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. ഇനി SSC GD വിളിക്കുന്നത് എപ്പോഴാണ്? 2026 എന്ന് പറയുന്ന ഒരു ടൈമിലേക്കായിരിക്കും വിളിക്കുന്നത്. എന്തായാലും 2025 നിങ്ങൾക്ക് മുന്നിലുള്ള എക്സാംസുകളാണ് ഈ കാണുന്നത്. ഇത്രയും എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു സത്യമാണ് പറയുന്നത്. SSC JEE മാത്രം ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്ന എക്സാം ആയിട്ട് അതിനെ മാറ്റി നിർത്താം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനിലുള്ള ഒരു എക്സാം തന്നെയാണ്. അതിന്റെ ഡേറ്റ് ലൈനും നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത ബാങ്കിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ബാങ്കിലാണെങ്കിൽ SSCയിൽ ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ട് ഇത്ര പോസ്റ്റ്, ഇത്ര ഡിപ്പാർട്ട്മെന്റ്സുകളാണുള്ളത്, ഇത്ര സെലക്ഷൻസ് ആണ് വരുന്നതെന്നുള്ളൊരു കാര്യം പറയാം. പക്ഷെ അതേസമയം നമ്മൾ ബാങ്കാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഒരു സിലബസ് പഠിക്കുന്നു, ഒരു 100 കൂട്ടം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് സത്യം. പക്ഷെ അതിന് അതിൻ്റെതായ കുറേ ഡീമെറിറ്റ്സ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, നമുക്ക് ബാങ്കിൻ്റെ സെക്ടർ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായിട്ടുള്ള SBIയുടെ ബാങ്കിങ് നോട്ടിഫിക്കേഷനാണ്. അതാണ് ആദ്യം വിളിക്കുന്നത്. ബാങ്കിൻ്റെ കാര്യത്തിൽ ഒരു ഡിലേ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ബാങ്കിന്റെ എക്സാം കൃത്യമായിട്ട് വിളിക്കുന്നു, കൃത്യമായി പ്രിലിംസ് നടത്തുന്നു, മെയിൻസ് നടത്തുന്നു. അവരുടേതായ സിസ്റ്റം കറക്റ്റ്ലി ഓർഡേർഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ആദ്യം SBI PO വിളിച്ചു, POയും ക്ലർക്കും ഉണ്ടായിരുന്നു. ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നു, ഫെബ്രുവരി മാർച്ചിന് എക്സാം നടക്കാൻ പോവുകയാണ്, ഈ ഫെബ്രുവരി മാർച്ചിൽ. അതുകൊണ്ട് അത് നമ്മൾ ജസ്റ്റ് പറയേണ്ട കാര്യം പോലും ഇല്ല, കാരണം അത് പെട്ടെന്ന് വിളിച്ച കാര്യമാണ്. ഇനി അടുത്ത വർഷത്തിന്റെ മാത്രമേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം, ഫെബ്രുവരി മാർച്ചിൽ തന്നെയാണ് അടുത്ത വർഷം എന്ത് നടക്കാൻ പോകുന്നത്, SBI PO അല്ലെങ്കിൽ SBO ക്ലർക്ക് നടക്കാൻ പോകുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലറിക്കൽ ആൻഡ് PO പോസ്റ്റ്, പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റ് വിളിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വരികയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് SBO കഴിഞ്ഞു. ഇനി നമുക്കുള്ള ചാൻസ് എന്ന് പറയുന്നത് IBPS ആണ്. നമ്മുടെ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ കാര്യം നടത്തുന്ന IBPSന്റെ എക്സാം ആണ്. അതിൽ തന്നെ ഒരു 5-6 കാറ്റഗറി ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. ഓഫീസർ സ്കെയിൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്കെയിൽ റാങ്കിങ് പോസ്റ്റുകളുണ്ട്. അതിൽ തന്നെ RRB ക്ലർക്ക് എന്ന് പറയുന്ന വേറെ പോസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. അതെന്ന് പറയുമ്പോൾ റീജിയണൽ ആയിട്ട് റൂറൽ സൈഡുകളിൽ കിട്ടുന്ന ബാങ്കിലേക്കുള്ള വർക്കാണ് ഏതെന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. അത് നടത്തുന്നത് ജൂലൈ ഓഗസ്റ്റ് സമയത്തേക്കാണ്. IBPS ക്ലർക്ക് നടത്തുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ്. IBPS PO നടത്തുന്നത് ഒക്ടോബർ. കണ്ടോ, IBPSന്റെ കീഴിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ SO പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ഓഫീസറാണ്. അതായത് ഈ ബാങ്കിങ് സെക്ടറിൽ സാധാരണ നമ്മൾ പഠിച്ചു കഴിഞ്ഞവരൊക്കെ ചിലരൊക്കെ ബാങ്കുകളിൽ വർക്ക് ചെയ്യും, നമ്മൾ അടുത്തൊക്കെ ഉള്ള ബാങ്കുകളിൽ വർക്ക് ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് SO പോസ്റ്റ് അവർ വെച്ചിരിക്കുന്നത്. അതൊക്കെ നവംബർ സമയത്താണ് വിളിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് RBI. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ബാങ്കിങ് ജോലിയാണ് RBI എന്ന് പറയുന്നത്. 1 ലക്ഷത്തിൽ പുറത്ത് സാലറി പാക്കേജോടെ വരുന്ന RBI എക്സാമിനേഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് ആൻഡ് ഗ്രേഡ് B പോസ്റ്റുകൾ. ഗ്രേഡ് B ഒക്കെ ഭയങ്കരമായിട്ടും നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. അതൊക്കെ വരുന്നത് സെപ്റ്റംബർ മാസങ്ങളിലാണ്. പക്ഷെ ഇതൊക്കെ എക്സാംസുകളാണ്. നിങ്ങൾ ഒരു സിലബസ് പഠിച്ച് അത് കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ ഏറ്റവും ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ്, ഈസി ടാസ്കുകളാണ്. ഓരോ ഇതിൽ പഠിച്ചിറങ്ങുന്ന ഓരോ ആൾക്കാർ ഇതെല്ലാം എന്ത് ചെയ്യും, ഓരോ സമയവും പ്രിലിംസും മെയിൻസും ഒക്കെ ക്വാളിഫൈ ആവുന്നവരാണ്. പ്രിലിംസ് എങ്കിലും ക്വാളിഫൈ ആവുന്നവരാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ജോലി ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളൊരു സത്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു എഫേർട്ടും ടൈമും നമ്മുടെ എനർജിയും എല്ലാം ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല, പക്ഷേ കൃത്യമായ രീതിയിൽ വർക്കും പേഷ്യൻസും അതിന് വേണ്ടിയായിട്ട് കൊടുക്കുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് തന്നെയാണ്. പിന്നെ വരുന്ന NABARD പോലെയുള്ള എക്സാംസുകൾ, NABARD, NIACL, NICL എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾക്കുള്ളത്, അതുപോലെ അഗ്രികൾച്ചറൽ ബാങ്കുകൾക്കുള്ളത്, റീജിയണൽ റൂറൽ ബാങ്കുകൾക്കുള്ളത്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള എത്രയോ ബാങ്കുകളുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, അതുപോലെയുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ എന്താണ് നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള ബാങ്കിൽ എല്ലാത്തിലും എന്ത് ചെയ്യും, ഇതുപോലെ ഓരോ പോസ്റ്റ് വിളിക്കും. ക്ലറിക്കൽ പോസ്റ്റ് വിളിക്കും, പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റ്, ഇതെല്ലാം വിളിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നിലുള്ള എക്സാംസുകളാണ്, അതിൻ്റെ ടൈം ലൈനും പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം എന്താണ് 6 മാസത്തിൽ പുറത്ത് ഗ്യാപ്പ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതർ PSUവിൽ പിന്നെ എന്താണ് നമ്മുടെ ഈ കാനറ ബാങ്ക് പോലെയുള്ള അല്ലാത്ത ബാങ്കുകളും ഉണ്ട് കേട്ടോ, നമ്മുടെ ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന എന്തിനെ ആയിരിക്കണം, പബ്ലിക് ബാങ്കുകളെ തന്നെയാണ്. കാരണം നമുക്ക് വേണ്ടത് എന്താണ്, നല്ലൊരു ഹൈ എമൗണ്ട് ഓഫ് സാലറി തന്നെയാണ്, ഹൈ ലെവൽ ഓഫ് പ്രൊമോഷൻസും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ രീതിയിൽ തന്നെ ആലോചിക്കുക. ഇനി അടുത്ത ബാങ്കിൻ്റെ SSCയുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ബാങ്ക് എടുക്കണോ SSC എടുക്കണോ എന്നുള്ളൊരു ചോയ്സ് കൃത്യമായ രീതിയിൽ നിങ്ങളായിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യമാണ്. എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒന്നിൽ തന്നെ ഫിക്സഡ് ആവാതെ രണ്ടും എന്ത് ചെയ്യുക, ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. രണ്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ബാങ്കിൻ്റെ പോർഷൻസ് കവർ ചെയ്തിട്ട് നിങ്ങൾ SSC പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SSC പോലെയുള്ള വലിയൊരു എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും നിങ്ങൾക്ക് എത്തി എന്നുള്ളൊരു സത്യമാണ് മനസ്സിലാക്കേണ്ടത്. ബാങ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ലെവൽ കൂടി എക്സാമിനേഷനാണ്. എല്ലാവർക്കും എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ രീതിയിൽ 1 ഇയറിന് മേളിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ, അതാണ് ഒരു സത്യം. ഗ്രാജുവേഷൻ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് തന്നെയാണ് ബാങ്കിൻ്റെ ഏറ്റവും പ്രത്യേകത. ഭയങ്കരമായിട്ടുള്ളൊരു ഫിൽറ്ററിങ് അവിടെ നടക്കുന്നുണ്ട്. ആ ഫിൽറ്ററിങ് കറക്റ്റാണ്. ആ ഫിൽറ്ററിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബാങ്കിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാജുവേഷനാണ്. ഗ്രാജുവേഷൻ ലെവലുകാരെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതലും സെലക്ട് ചെയ്യുന്നത്. പിന്നെ +2 ഉള്ളവർക്കൊന്നും നോർമൽ പ്രോസസ്സിങ്ങിലൊന്നും എടുക്കാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈവൻ ലാസ്റ്റ് ഇയർ 3rd ഇയർ വല്ലതും പഠിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാങ്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് ആലോചിക്കുക. അതേസമയം SSC എക്സാംസ് എടുക്കുകയാണെങ്കിലോ, SSC എക്സാംസ് എടുക്കുകയാണെങ്കിൽ 10ന്റെ ക്വാളിഫിക്കേഷനുള്ള എക്സാംസ് ഉണ്ട്. SSC GD പോലെയുള്ള, SSC MTS പോലെയുള്ളതൊക്കെ എന്താണ്, 10ന്റെ ലെവൽ ഓഫ് എക്സാമിനേഷനാണ്. അത് കഴിഞ്ഞ് +2 ലെവലിൽ CHSL പോലെയുള്ള ക്ലറിക്കൽ ലെവലിൽ എത്തുന്ന ഹൈ റാങ്കിങ് ആയിട്ടുള്ള എക്സാംസുകളുണ്ട്. ഗ്രാജുവേഷൻ ലെവലിൽ അതിനേക്കാളും നല്ല പോസ്റ്റുകളുള്ള SSC CGL പോലെയുള്ള എക്സാംസുകളുണ്ട്, CPO എക്സാംസുകളുണ്ട്. ഇതെല്ലാം ഏതിലുണ്ട്, അവിടെ ഒരു ഡിഫറൻസ് ആയിട്ടുണ്ട്. ബാങ്കിന് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം SSC ആകുമ്പോൾ 10 +2 ഗ്രാജുവേഷൻ ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ബാങ്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 20 to 30 വയസ്സ് വരെയാണ് അവർ പറയുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. 20 to 30 ചിലപ്പോൾ ചില പോസ്റ്റുകൾക്ക്, അത് പോസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ, പോസ്റ്റ് വൈസ് ആയിട്ടാണ് ആ ഏജ് കാറ്റഗറൈസേഷൻ പറയുന്നത്. അതിൽ 18 വയസ്സ് എന്ന് പറയുന്നത് എന്താണ്, 18 വയസ്സിന് മുകളിലുള്ളവർക്ക്, 18 to 27 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ ക്ലറിക്കൽ പോസ്റ്റ്, ചില ക്ലറിക്കൽ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. നമ്മുടെ ബാങ്കിന്റെ തന്നെ ക്ലറിക്കൽ പോസ്റ്റിന് ചില പോസ്റ്റുകൾക്ക് ആർക്ക് അപ്ലൈ ചെയ്യാം, 18 to 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പറയുന്ന 18 to 32 വയസ്സ്, ഇത് കംപ്ലീറ്റ്ലി 18 to 32 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമല്ല, CGL പോലുള്ള എക്സാംസിനൊക്കെ 32 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ ഈ പറയുന്ന 10ന്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ചിലതിനൊക്കെ എന്താണ് 25 വയസ്സ് വരെ, 27 വയസ്സ് വരെ, അങ്ങനെയൊക്കെ ചില മാനദണ്ഡങ്ങൾ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഓരോ കാറ്റഗറൈസേഷനാണ്. 10ന്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതുന്ന എക്സാമിന് കുറച്ച് ഏജ് ലിമിറ്റ് ആയിരിക്കും ഉള്ളത്. ഡിഗ്രി ലെവൽ ഓഫ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള ഏജ് ലിമിറ്റ് കാണും. അങ്ങനെ ആ ഒരു ഡിഫറൻസുകൾ ഉണ്ടാവും. എന്നാലും അവിടെ നമുക്ക് ഒരു ഫിൽട്രേഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, ബാങ്കിന്റെ വേറൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കൻസീസ് ഭയങ്കരമായിട്ടും ലിമിറ്റ് ചെയ്തേ ആര് വിളിക്കാറുള്ളൂ, ബാങ്ക് വിളിക്കാറുള്ളൂ. 50,000-ൽ കുറവിലാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, വാക്കൻസീസ് വിളിക്കുന്നത്. ഇപ്പോൾ 1 ഇയർ ടൈം ലൈൻ എടുത്താൽ 1 ഇയർ എന്തായാലും ഈ 2 എക്സാംസുകളും എന്ത് ചെയ്യും, മസ്റ്റ് കമ്പൽസറി ആയിട്ട് 1 ഇയർ കംപ്ലീറ്റ്ലി വിളിക്കാറുണ്ട്. ഏതൊക്കെയാണോ അവർ നടത്തുന്ന എക്സാം അത് പക്കയായിട്ട് അവർ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വരുന്ന വാക്കൻസി എന്തായിരിക്കും. ഇപ്പം നമുക്കറിയാം ബാങ്കിലാണെങ്കിൽ IBPSന്റെ തന്നെ PO SO ഈ പറയുന്ന പോലെ ഓഫീസർ റാങ്കിങ് അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യും, അവർ വിളിക്കുന്ന വാക്കൻസി 1000, 3000, 5000 ആ ഒരു റേഞ്ച് ഓഫ് ലെവൽ ഓഫിലായിരിക്കും എന്ത് വിളിക്കുന്നത്, നമ്മുടെ ബാങ്ക് എക്സാംസ് വിളിക്കുന്നത്. അതേസമയം SSC വിളിക്കുമ്പോൾ ഏകദേശം ഒരു 8,000, 10,000, 17,000 ആ ഒരു റേഞ്ചിലെങ്കിലും SSCക്കാർ വിളിക്കാൻ ശ്രമിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSCയിൽ എപ്പോഴും എന്താണ്, കോമ്പറ്റീഷൻ ഹൈ ആണ്. അത്രയും ആൾക്കാർ അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന എന്ത് തന്നെയാണ്,
SSC. ഈ പറയുന്ന SSC ആണ്. കാരണം SSC ആണ് പൊതുവെ ബാങ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് പറയുന്നത് ഈസി എന്ന് പറയുന്നത്. ഈസി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടഫ്നെസ് ലെവലായാലും അതിൻ്റെ കോമ്പറ്റീഷൻ ലെവലായാലും നമുക്ക് അത്യാവശ്യം നമുക്ക് ഓക്കെ ആയിട്ട് പഠിച്ച്, കാരണം നമ്മളൊരു പുതിയൊരു സംഭവത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമേ മടുപ്പ് തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഓക്കെ ആയിട്ട് തോന്നുന്നത് എന്താണ് SSC ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു ഡിഫറൻസ് വരുന്നത്. പക്ഷേ പിന്നെ എന്താണ് ഈ ബാങ്കിൻ്റെ വാക്കൻസി കൊണ്ടും കുറേ പേരൊക്കെ എന്ത് ചെയ്യും SSCയിൽ തന്നെ ജോയിൻ ആവാറുണ്ട്. അപ്പോൾ 50,000-ൽ കുറവാണ് വാക്കൻസി എപ്പോഴും എന്ത് ചെയ്യുന്നത് ബാങ്ക് വിളിക്കുന്നത്. ഈവൻ ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിങ്ങിൽ ഒരുപാട് ബാങ്ക് ഉണ്ടെങ്കിലും ഈ ബാങ്കുകളൊക്കെ എത്ര വാക്കൻസി വിളിക്കുകയുള്ളൂ? ചിലപ്പോൾ 500 വാക്കൻസി ആയിരിക്കാം, ചിലപ്പോൾ 300 വാക്കൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 1000 വാക്കൻസി ആയിരിക്കാം വിളിക്കുക. അപ്പോൾ ഇത് എത്രയൊക്കെ കൂട്ടി വെച്ചാലും എത്ര ബാങ്ക് എക്സാം വിളിച്ചാലും നമുക്ക് എത്രേ വരുന്നുള്ളൂ? ഈ 50,000-ൽ താഴെ എന്ന് മാത്രം വരുന്നുള്ളൂ ടോട്ടൽ വാക്കൻസി വരാറുള്ളൂ. ഓവറോൾ വാക്കൻസി അത്രേ വരുന്നുള്ളൂ. SSCയുടെ കാര്യമാണെങ്കിൽ നമുക്ക് ഏകദേശം 1 lakh വാക്കൻസി എന്നെങ്കിലും പറയാൻ പറ്റും. വരുന്ന വാക്കൻസീസ് എല്ലാം അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൂ. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്താലും അവർ അത്യാവശ്യം വാക്കൻസി ഇടാറുണ്ട്. SSC എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു ബാങ്ക് എന്ന രീതിയിലാണ് എടുക്കുന്നത്. അതേസമയം നമ്മുടെ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ഇരിക്കുന്ന ഒരുപാട് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ്സുകൾ, ഗവൺമെന്റൽ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് നമുക്ക് SSCയുടെ എൻട്രി വരുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളിൽ തന്നെയാണ് നമ്മുടെ എൻട്രി വരുന്നത് കൊണ്ട് തന്നെ അവിടെ ആളുകളുടെ ആവശ്യമുള്ളത് കൊണ്ട് അവിടെ അത്യാവശ്യം വാക്കൻസീസ് ലിസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 50,000 എബോവ് ആയിട്ട് ഒരു 1 lakh അടുപ്പിച്ച് നമുക്ക് എന്ത് വരാറുണ്ട്? വാക്കൻസി ലിസ്റ്റിംഗ് വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വാക്കൻസി ലിസ്റ്റിംഗ് കുറഞ്ഞു വരുന്നത്. ബട്ട് സ്റ്റിൽ എന്താണ് നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് 1 lakh പ്ലസ് വാക്കൻസി ഏതിന് വരണം? SSCക്ക് വരണം എന്നുള്ളതാണ്. ഇത്ര എക്സാംസുകളിൽ നിന്ന് വരണം എന്നുള്ളതാണ്. ഏകദേശം SSC CGLും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന SSC CHSലും മാത്രം കൂട്ടുമ്പോൾ തന്നെ എന്ത് വരാറുണ്ട്? ഒരു 50,000 അടുപ്പിച്ച് വാക്കൻസി വിളിക്കേണ്ടതാണ്. ഓക്കെ, അത് ചില സമയങ്ങളിൽ ചേഞ്ചുകൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ SSCയുടെയും ബാങ്കിൻ്റെയും എക്സാമിനേഷൻ പാറ്റേൺ ശ്രദ്ധിച്ചറിയാം. ആദ്യം ഒരു എന്തുണ്ട്? ടയർ 1 എക്സാമിനേഷൻ, രണ്ടിനും ഉണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ബാങ്കിനാവുമ്പോൾ എന്താണ്? മെയിൻസ് എക്സാമിനേഷൻ കമ്പൽസറി ആണ്. പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്താണ്? പ്രിലിംസ് ആൻഡ് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ബാങ്കിന്റെ കാര്യത്തിൽ. അപ്പോൾ അത് പേടിക്കുന്ന കുറേ പേര് എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന ബാങ്കിങ് സെക്ടർ എടുക്കാറില്ല. ഒന്നാമത്തെ കാര്യമേ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ടഫായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ കുറച്ച് പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു രീതി, സ്പോക്കൺ എന്ന് പറയുന്നത്, സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, ബാങ്ക് ചൂസ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. നമുക്ക് അത്ര ടഫായിട്ടുള്ളൊരു സംഭവമല്ല. പക്ഷെ നമ്മൾ വിചാരിക്കണം, അതിന് വേണ്ടിയായിട്ട് ശ്രമങ്ങൾ തുടരണം. പിന്നെ എന്താണ്? പ്രിലിമിനറി എക്സാമിനേഷൻ കാണും, മെയിൻസ് കാണും, ഡിസ്ക്രിപ്റ്റീവ് എക്സാം. ചില ഇതിന് എന്തുണ്ടാവും? ഡിസ്ക്രിപ്റ്റീവ് എക്സാം കാണും. എസ്സേ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽ റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള റൈറ്റ് ടിപ്സ് കാണും. അതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ കാണും. അതാണ് ശരിക്കും പറഞ്ഞാൽ ബാങ്കിൻ്റെ വേറൊരു പ്രത്യേകത. നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം ലാംഗ്വേജ് ആയിട്ട് അറിയാം എന്നുള്ളൊരു സംഭവം അവരെന്ത് ചെയ്യും? നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഫിൽറ്ററിങ് അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസിൻ്റെ കൂടെ എന്തുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. ഒരു ടോപ്പിക്ക് തന്നാൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ആളാണ്, എഴുതാൻ കഴിയുന്ന ആളാണെന്ന് അവർ ഉറപ്പ് വരുത്തുന്ന ഒരു സംഭവമാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ വേ ഓഫ് ആറ്റിറ്റ്യൂഡും എങ്ങനെയാണെന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ടെസ്റ്റ് ഉണ്ട്. അവസാനം ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് നടക്കുന്നത്. അതേസമയം നമ്മുടെ SSC എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രിലിംസ് കാണും, അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരു മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാവും. ആ മെയിൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കാം, ചില പോസ്റ്റുകൾക്ക് ചിലപ്പോൾ പ്രിലിംസ് മാത്രമായിരിക്കാം, പ്രിലിംസ് പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നുള്ളതായിരിക്കും. ചിലതിൽ എന്തായിരിക്കും? സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഈവൻ ഡൽഹി പോലീസ് പോലുള്ള എക്സാമിനേഷൻ, കോൺസ്റ്റബിൾ അല്ലെങ്കിൽ SSC GD അങ്ങനത്തെയൊക്കെ എക്സാംസുകൾക്ക് എന്താണ്? ഫിസിക്കൽ ആയിരിക്കും വരുന്നത്, ഫിസിക്കൽ ടെസ്റ്റ്. സ്റ്റെനോഗ്രാഫിക്കൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? സ്കിൽ ടെസ്റ്റ് പോലുള്ള സംഭവമായിരിക്കും വരുന്നത്. അങ്ങനത്തെ കുറേ ടെസ്റ്റുകളുണ്ട്. സ്കിൽ ടെസ്റ്റ് ഒരു പ്രധാനമായിട്ടുള്ളൊരു ഇതാണ്. SSC CGL ആയാലും CHS ആയാലും സ്കിൽ ടെസ്റ്റ് ഉണ്ട്. കാരണം ടൈപ്പിംഗ് സ്പീഡ്, നിങ്ങളുടെ ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് വർക്ക് ചെയ്യുന്നത്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. അവിടെ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഇല്ല. മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് ആലോചിക്കേണ്ടത്. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് അല്ലെങ്കിൽ എന്തായിരിക്കും? ഒരു സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉള്ളത്. ചിലതിൽ എന്താണ്? മെയിൻസ്. CGLും CHSലും പോലുള്ള എക്സാംസുകൾക്ക് എന്തുണ്ട്? മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ലാസ്റ്റ് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഈ ഒരു രീതിയിലാണ് അവർ കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ
കോഴ്സസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ SSC RRB ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരു ചോയ്സ് എന്ന് പറയുന്നത്, ഇയർ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഓടിപ്പോകുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ ഏജും അതുപോലെ തന്നെ. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാന ഫാക്ടർ ആയതുകൊണ്ട് തന്നെ SSC RRB ബാങ്ക് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് എത്രയും മുന്നേ ആണോ അത്രയും മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജോലി കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നെങ്കിൽ ഒരു 1 ഇയർ 6 മന്ത്സ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ലൈനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേസ് കീപ്പ് ചെയ്ത് പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലി സ്വന്തമാക്കി നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ദിശ അക്കാഡമി SSC RRB ബാങ്ക് ക്ലാസ്സസിന് വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ കോഴ്സസ് കൊടുക്കാറുണ്ട്. ഓഫ്ലൈൻ കോഴ്സസ് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പിയർ പ്രഷർ, നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങൾ കൃത്യമായിട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്, നിങ്ങൾ ഏത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങളൊരു കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്ററിൽ വേണം പഠിക്കണം, എല്ലാവരുടെ കൂടെ ഇരുന്ന് പഠിക്കണം, ഒരു കോളേജ് ലൈഫ് പോലെയൊക്കെ ഇരുന്ന് പഠിച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു സൗഹൃദമൊക്കെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ് നിങ്ങളുടെ മൈൻഡിലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫ് ഒന്ന് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയായിട്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണത്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നമുക്ക് ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ആണ് നമ്മുടെ ബാച്ചസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഈ പറയുന്ന നമ്പറിൽ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എത്രയും മുന്നേ നമ്മൾ എത്തുമോ ആ ഫീൽഡിൽ എത്രയും മുന്നേ നമ്മൾ ജോലി മേടിച്ച് പോകും എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ എപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ എത്രയും മുന്നേ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളൊരു സ്വപ്നമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ഇനി CGLൻ്റെയും നമ്മുടെ SSCയുടെയും ബാങ്കിൻ്റെയും എക്സാമിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കേണ്ട സബ്ജക്ട്സ് ഏതാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. നിങ്ങളിപ്പോൾ 2 എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപോലെ ഫോക്കസ് ചെയ്യാം. ബാങ്ക് ആയാലും SSC ആയാലും ഒരുപോലെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സബ്ജക്ട് വൈസ് രണ്ടും ഈക്വൽ ആണ്. അതിൽ ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, CGLൻ്റെയും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഒരു പ്രിലിംസ് എക്സാം ഏറ്റവും ടയർ 1 ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, സബ്ജക്ട് വൈസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, റീസണിങ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, റീസണിങ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, മാത്സ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്ന സാധനം ഇവിടെയും ഉണ്ട്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം ഇവിടെയും ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാണ്, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്. ഈ 2-3 സബ്ജക്റ്റ് നമ്മുടെ ബാങ്കിലും കോമൺ ആണ്, നമ്മുടെ SSC എക്സാംസുകൾക്കും കോമൺ ആണ്. പക്ഷെ ഇവിടെ എന്താണ് അഡീഷണൽ വരുന്നത്, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സാധനം SSCയിൽ കൂടുതലാണ്. കാരണം SSC എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ GKക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ GK എന്താണ് ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ SSC എക്സാംസുകൾക്ക് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ബാങ്കിങ് എക്സാംസിലാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രിലിംസിൽ 3 സബ്ജക്റ്റുകൾ മാത്രമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് എക്സാം ആ ഒരു ടൈപ്പിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആണ്. GK പഠിക്കാൻ നമുക്കൊരു സാവകാശമുണ്ട്. പ്രിലിംസിൽ നമുക്ക് എന്തായാലും GK പഠിച്ച് വെറുതെ ടൈം കളയണം. കാരണം ഒരുപാട് വാസ്റ്റ് ഏരിയ ആണ് GKക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതും കൂടെ നിങ്ങൾ ഇംഗ്ലീഷ്, റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഫസ്റ്റ് കിക്ക് ഓഫ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ഈ 3 സബ്ജക്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈസി ആയിരിക്കും. ലാസ്റ്റ് വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് ജനറൽ അവയർനെസ് ഒന്ന് പഠിച്ച് വിട്ടാൽ മതി. ഏതാണോ ടോപ്പിക്സ് എന്നനുസരിച്ച് പഠിച്ച് വിട്ടാൽ മതി. അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കാണ്. 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. 2 മാർക്സ് ആണ് വരുന്നത്. 0.5 ആണ് നമുക്ക് വരുന്നത്, നെഗറ്റീവ് വരുന്നത്. നമുക്ക് ഉള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 1 മണിക്കൂറാണ്. രണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂറാണ്, 1 മണിക്കൂറാണ് നമ്മുടെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ചില എക്സാംസുകൾക്ക് 1.5 മണിക്കൂറോളം വരാറുണ്ട്. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, 1 മണിക്കൂറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ 3 സെക്ഷൻ അറ്റൻഡ് ചെയ്യാനും അവിടെ 4 സെക്ഷൻ അറ്റൻഡ് ചെയ്യാനും നമുക്കുള്ള ടൈം എത്രയാണ്, 1 മണിക്കൂറാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചറിയാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ കൂടുതലാണ്. ഏതിന്, നമ്മുടെ പ്രിലിംസ് എക്സാംസിൽ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ നമ്പർ കൂടുതലാണ്. നമ്പർ കൂടുമ്പോൾ നമുക്ക് അവിടെ ചെയ്യുന്ന സ്പീഡ് നമുക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടിനും സബ്ജക്റ്റ് വൈസ് ആയാലും നിങ്ങളുടെ മാർക്കിംഗ് വൈസ് ആയാലും നിങ്ങൾ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ്, ഇതിനൊക്കെ എത്രയാണ്, 1 മാർക്കേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ സങ്കടം. 1 മാർക്കാണ് നമുക്കിവിടെ വരുന്നത്.
അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. ആ ഒരു മാർക്ക് നമുക്ക് അത്രയും ഇമ്പോർട്ടൻറ്റും ആണ്, ആ ഒരു മാർക്ക് കളയാനും പറ്റത്തില്ല. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കേണ്ട ആവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ SSC CGL ആയാലും ബാങ്കിൻ്റെ പ്രിലിംസ് ഏതിൻ്റെ ആയാലും പ്രിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 4 സബ്ജക്റ്റ്, SSCയിൽ 4 സബ്ജക്റ്റും ബാങ്കിൽ 3 സബ്ജക്റ്റുമാണ്. ആ 3 സബ്ജക്റ്റ് നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഇനി ബാങ്കിൻ്റെ മെയിൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അഡീഷണൽ ആയിട്ട് കയറി വരുന്നത് എന്താണെന്ന് നോക്കിയേ. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. അവിടെ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രസൻസ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് രണ്ടാമത്തെ മെയിൻസിലാണ് ജനറൽ അവയർനെസ് ആർക്ക് വരുന്നത്, ബാങ്കിന്റെ എക്സാംസിന് ജനറൽ അവയർനെസ് വരുന്നതെന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ CHSL ഇപ്പം CHSLന്റെ ടയർ 2 ആണ് എടുത്തിട്ടുള്ളത്. ഈവൻ CGLന്റെ ടയർ 2 എടുത്താലും നമുക്ക് 2 സെഷൻ ആയിട്ടാണ് വരുന്നത്. സെഷൻ 2 എന്ന് പറയുന്ന ഒരു സെഷനും ഉണ്ട്. അതിലെന്താണ്, സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത്. സ്കിൽ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ എന്താണ്, നമുക്ക് ഓഫീസ് നമ്മുടെ ഈ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്നത് എന്താണ്, ടൈപ്പിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ എൻട്രി ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ടൈപ്പിംഗ് സ്പീഡായിരിക്കും നിങ്ങൾ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് സെഷൻ 1 എന്താണ് വരുന്നതെന്ന് മാത്രം ചെക്ക് ചെയ്യുക. ബാക്കി സ്കിൽ ടെസ്റ്റ് എന്താണ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായിട്ട് കണക്കാക്കുക. അല്ലാതെ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെ തന്നെയാണ്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ഇത് തന്നെയാണ് ഏതാണോ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി SSCക്ക് വേണ്ടി പഠിച്ചു അത് തന്നെയാണ് മെയിൻസിൽ വരുന്നത്. കുറച്ചും കൂടെ മാർക്ക് കൂടി, കുറച്ചും കൂടെ ടഫ്നെസ് കൂടി എങ്ങനെയായിരിക്കും വരുന്നത്. ഞാൻ എത്ര മണിക്കൂറാണ്, 2 മണിക്കൂർ 15 മിനിറ്റ് എന്തിനും കൂടെയാണ്, കമ്പ്യൂട്ടറും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ആ സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്. അപ്പം മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മാത്സും റീസണിങ്ങും ആണ്, സെക്ഷൻ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷും GK ആണ്, സെക്ഷൻ 3 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. ഓക്കെ, അത് എത്ര മിനിറ്റ് ആണ്, 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻസിൽ ബാങ്കിനും ആവശ്യമാണ്, SSCക്കും ആവശ്യമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് വയ്ക്കുക. അല്ലാതെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട എന്തൊക്കെ തന്നെയാണ്, രണ്ടും എടുത്ത് നോക്കുകയാണെങ്കിൽ മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ഇംഗ്ലീഷ് കോമൺ ആയിട്ട് പഠിക്കണം. ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, GK എന്ന് പറയുന്നത് രണ്ടിനും ഡിഫറൻസ് ആണ്. ബാങ്കിൻ്റെ സെക്ടർ എടുക്കുമ്പോൾ GK ആകുമ്പോൾ എന്തായിട്ട് മാറും, GKക്ക് ഫിനാൻഷ്യൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നായിരിക്കും GK വരുന്നത്. അതേസമയം നമ്മുടെ SSC പോലുള്ള ഒരു എക്സാം എടുക്കുമ്പോൾ എന്താണ്, കണ്ടംപററി ആയിട്ടുള്ള GK, നമ്മുടെ ജനറൽ അവയർനെസ്, നമുക്ക് എത്രത്തോളം നാഷണൽ വൈഡ് ആയിട്ടും നമ്മുടെ ഹിസ്റ്ററി പരമായിട്ടും എന്തൊക്കെ അറിയാം, നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്നുള്ളൊരു കാര്യമായിരിക്കും GKക്ക് വരുന്നത്. അപ്പോൾ GKക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള GKക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ വരുന്ന കോമൺ സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടിലും ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കിയാൽ മതി, നമ്മൾ മെയിൻസ് എന്ന് പറഞ്ഞൊരു ടൈം ആകുമ്പോൾ നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ നോക്കേണ്ട 4 സബ്ജക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ 3 സബ്ജക്റ്റ് ഏതാണ്, ഈ 3 ബേസിക്കലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏതൊരു എക്സാം അറ്റൻഡ് ചെയ്യാനായാലും ഈസി എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം എന്തൊക്കെയാണ് ആ വരുന്ന ഡിഫറൻസ് എന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ബാങ്കിങ് എക്സാമിലും SSCയിലും ഒരുപോലത്തെ സിലബസ് ആണ്, പക്ഷെ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായി അനലൈസ് ചെയ്തോളുക. In banking exam, speed and time plays a major role in maths. മാത്സിലെ സ്പീഡും ടൈമും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഏതിൽ വരാറുണ്ട്, ബാങ്കിങ് എക്സാംസിലുണ്ട്. ഈവൻ SSCയിൽ വരാറുണ്ട്. പക്ഷേ SSCയിലെ എക്സാംസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളതായിരിക്കും. പക്ഷേ മാത്സ് ഇവിടെ വരുമ്പോൾ, ബാങ്കിങ്ങിൽ വരുമ്പോൾ കുറച്ചും കൂടെ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ നമ്മളെ ടഫർ ആക്കിയായിട്ടായിരിക്കും അവർ തരുന്നത്. പ്രധാന കാര്യം ഗ്രാജുവേഷൻ ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മേജർ റോൾ ഇൻ മാത്സ്. അരിത്തമെറ്റിക് പോർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫോർ ബാങ്ക് ആണ്. ബാങ്കിന് അരിത്തമെറ്റിക് പോർഷനിൽ നിന്നുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതേസമയം നമ്മുടെ SSC എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് എന്തായിരിക്കും, SSCയിലാണെങ്കിൽ എന്തായാലും കൂടുതൽ അഡ്വാൻസ് പോർഷന് കൃത്യമായ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിഗണോമെട്രി, അതുപോലെ ആൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിന് പ്രത്യേക വെയിറ്റേജ് ഉണ്ട്. 2-3 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും എന്നുള്ള രീതി, ഓരോ ടോപ്പിക്സിൽ നിന്ന് വരും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതേസമയം നമ്മുടെ ബാങ്ക് ആണെങ്കിൽ അരിത്തമെറ്റിക് പോർഷൻ ആണ് കൂടുതൽ വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, റേഷ്യോ, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പോലെയുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതേസമയം ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മുടെ ബാങ്കിങ് എക്സാംസിന്. ബാങ്കിങ്ങിൽ അരിത്തമെറ്റിക് പ്ലസ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ്റെ ഒരു 10-15 ക്വസ്റ്റ്യൻ എങ്കിലും അവരെന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. കാരണം അവർക്ക് വേണ്ട എന്താണ്, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷനിൽ നിന്ന് അവരെന്ത് ചെയ്യും, ഈ പറയുന്ന റേഷ്യോയും പെർസെൻറ്റേജും അരിത്തമെറ്റിക് പോർഷനെല്ലാം ഡേറ്റ ഇൻ്റർപ്രിറ്റേഷനിൽ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട, അനലൈസ് ചെയ്യേണ്ട. കാരണം ഒരു ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ അവരെന്ത് ചെയ്യും, ചാർട്ട് ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്.
huge. While in SSC exam, DAE plays relatively much smaller role and advanced portion have the weightage. DAE plays ആണ് മറ്റ് എന്ത് ചെയ്യുന്നുള്ള വെയിറ്റേജ് ഉള്ളത്. അതേസമയം നമ്മുടെ SSCക്ക് ആകുമ്പോൾ അഡ്വാൻസ് പോർഷൻ ആണ് വെയിറ്റേജ്. മാത്രമല്ല നമ്മുടെ SSCയിൽ മാത്സ് പഠിക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഈക്വൽ വെയിറ്റേജ് ഉണ്ട്. ഇത്ര പോർഷനിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് കവർ അപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്ത while in SSC English is more വൊക്കാബുലറി ആണ്. ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്കറിയാം SSC പഠിക്കുമ്പോൾ നമുക്ക് വൊക്കാബുലറിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഇഡിയംസ് ആയിക്കോട്ടെ, ഫ്രേസസ് ആയിക്കോട്ടെ, ആന്റോണിയംസ് ആയിക്കോട്ടെ, സിനോണിംസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഇത്ര വെച്ച് ചോദിക്കും. 2 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വൊക്കാബുലറിയിൽ നിന്ന് വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. അതേസമയം ബാങ്കിൻ്റെ എക്സാം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കോംപ്രഹെൻഷൻ പാസേജുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സ്പോട്ട് എറർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കോംപ്രഹെൻഷൻ ടൈപ്പ്. നമ്മൾ എസ്സേ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഏത് ചോദിക്കാറുള്ളത്, നമ്മുടെ ബാങ്കിന്റെ ഇംഗ്ലീഷ് ചോദിക്കാറുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്നത് കോമൺ പെർസെപ്ഷൻ, അതായത് ബാങ്കിങ് എക്സാം റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഈസ് ടഫർ. അത് സത്യമാണ് പറയുന്നത്. കാരണം നമ്മൾ നോർമലി SSC എക്സാംസ് എഴുതുമ്പോൾ റീസണിങ് നമുക്ക് ഭയങ്കര ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത്യാവശ്യം ലോജിക്കലി ചിന്തിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റീസണിങ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഓക്കെയാണ്. അതേസമയം SSC എക്സാംസ് എന്താണ്, SSC എക്സാംസിൽ അത്യാവശ്യം ഓക്കെയാണ്. അതേസമയം ബാങ്കിങ് എക്സാമിൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ടഫറാണ്. നമ്മളെ വായിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ നല്ല ടൈം എടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ കുറച്ചൊന്ന് കറക്കി നമ്മളെ എന്ത് ചെയ്യുക, നല്ലപോലെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാങ്കിങ് ചോദിക്കുന്നത് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായി ഒരു അനലൈസിങ് ഐഡിയ കിട്ടുന്നുണ്ടാവും. ബാങ്കിങ് എക്സാംസ് പ്രോബബ്ലി SSCയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ് ഉള്ളതാണ്. അത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് നല്ല ടൈം എടുക്കും ആ ക്വസ്റ്റ്യൻസ് വായിച്ചെടുത്ത് മനസ്സിലാക്കാനും. ആ സ്പീഡ് നമുക്ക് ആ ഒരു പേജിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ള ടൈം നമുക്ക് കൃത്യമായ രീതിയിൽ പഠിച്ച് മുന്നേറണമെങ്കിൽ നമുക്ക് നല്ല ടൈം ആവശ്യമുണ്ട്. സ്പീഡും ടൈമും എല്ലാം നമുക്ക് എന്താണ് ബാങ്കിന് അത്രയും ആവശ്യമാണ്. നമ്മൾ അത്രയും ലോജിക്കലി ചിന്തിച്ച് അത്രയും നമ്മൾ എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മാത്രമേ ബാങ്കിങ് എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ടഫർ തന്നെയാണ്, അതുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് വിചാരിച്ച് നടക്കുന്ന കാര്യമാണ്. കാൻഡിഡേറ്റ്സ് ഹാവ് ടു പ്രിപ്പയർ വെരി വെൽ ഫോർ ബാങ്കിങ് എക്സാംസ് റീസണിങ് ടു ഏസ് ദ സെക്ഷൻ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ SSCക്ക് റീസണിങ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബാങ്കിങ് എക്സാംസിന് റീസണിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്താലേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്ത് ബാങ്കിങ് GK ഈസ് ലാർജ്ലി ബേസ്ഡ് ഓൺ എന്താണ് ബാങ്കിങ് അവയർനെസ്സും ഫിനാൻഷ്യൽ അവയർനെസ്സും ആണ്. ബാങ്കിന്റെ GK എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അവരുടേതായിട്ടുള്ള ബാങ്കിന്റെ കാര്യങ്ങൾ, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കറണ്ട് അഫേഴ്സിൽ തന്നെ ഈ എക്കണോമിക്സ് പരമായിട്ട് എന്തെങ്കിലും ഇൻഡെക്സിന്റെ കാര്യങ്ങൾ, ഇയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ടോട്ടലി ഇന്ത്യക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഫിനാൻസ് രീതിയിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും വരുന്നത്. കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. പക്ഷേ SSC എക്സാം കുറച്ചും കൂടെ എന്താണ് കണ്ടംപററി ഓൾഡ് ബേസ് ചെയ്തിട്ടാണ്. അവരുടെ ഒരു ഓർഡിനറി സെക്ഷൻസ് ഉണ്ട്. സബ്ജക്ട് വൈസ് വെയിറ്റേജ് SSCക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ജനറൽ അവയർനെസ് ആയിട്ടാണ് വരുന്നത്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ എത്ര അറിയാം, നിങ്ങൾക്ക് ജോഗ്രഫിയിൽ എത്ര അറിയാം, പൊളിറ്റിക്സ് എങ്ങനെ അറിയാം, എക്കണോമിക്സ് എങ്ങനെ അറിയാം, അങ്ങനെ ഓരോ സബ്ജക്ട് ബേസിൽ സ്റ്റാറ്റിക് GKയിൽ തന്നെ ഫെസ്റ്റിവൽസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ, അവാർഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ, അപ്പോയിൻമെന്റ്സിൽ നിന്ന്, അങ്ങനെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ടോപ്പിക്സിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത് GK ചോദിക്കുന്നത്. അതുകൊണ്ട് GKക്ക് ഒരു പ്രത്യേക വെയിറ്റേജ് SSCക്ക് ഉണ്ട്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. SSCയിൽ നമുക്ക് ഇത്രയും ടഫായിട്ട് തോന്നാൻ കാരണം ആ GK കവറപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ബാക്കി 3 സബ്ജക്ട്സ് നമുക്ക് ഈസി ആണെങ്കിലും GK എന്താണ് അവിടെ കുറച്ചൊന്ന് ടഫായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യും. കാരണം നമുക്ക് ആ ഒരു വൈഡ് റേഞ്ച് ഓഫ് നോളജ് ഉണ്ടായിരിക്കണം SSC എക്സാംസിൽ GK അറ്റൻഡ് ചെയ്യണമെങ്കിൽ. അത് മനസ്സിലാക്കിക്കോളാം. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ വൈഡ് ജനറൽ അവയർനെസ് ആണ് SSCയിൽ ചോദിക്കുന്നത്. പക്ഷെ അതേസമയം ബാങ്കിങ് GK എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഓൾസോ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫ്രം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. നമ്മൾ മെയിൻസിൽ കമ്പ്യൂട്ടർ ഉണ്ട്. SSCയിലാകുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസിന്റെ അളവ് കുറവാണ്. കമ്പ്യൂട്ടർ ഈസ് വെരി ലെസ് ഇൻ SSC എക്സാംസ് കമ്പയർഡ് ടു ബാങ്കിങ് എക്സാംസ്. ബാങ്കിങ് എക്സാംസിൽ എന്താണ് കുറച്ചും കൂടെ കൂടുതലാണെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത് ബാങ്കിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാങ്കിൽ എന്തൊക്കെയാണ് മെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ബാങ്കിങ്, എന്നിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ കാണും. ബാങ്ക് ടഫറാണ്, എന്തുകൊണ്ട് നമ്മൾ ബാങ്ക് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ മെറിറ്റ്സും കൂടെ നോക്കുക, എന്നിട്ടും കൂടെ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴായാലും നമ്മളെ മൈൻഡിൽ നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒരു ഫലം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിൽ കഷ്ടപ്പെടുന്നതിൽ ഒരു എന്താണ് നമുക്കൊരു സത്യമുണ്ട്, നമുക്കൊരു
ഇഷ്ടമുണ്ടായിരിക്കും, ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. സാലറി പെർക്സ് എന്ന് പറയുന്നത് ഏറ്റവും അഡീഷണൽ ഫാക്ടറാണ് ബാങ്കിൻ്റെ കാര്യത്തിൽ. നല്ല സാലറി പാക്കേജ്. ഇപ്പോൾ RBI അസിസ്റ്റന്റ് പോലെയുള്ള എക്സാം, അല്ലെങ്കിൽ RBI ഗ്രേഡ് B പോലെയുള്ള SBA PO പോലെയുള്ള എക്സാംസുകളാണ് നമ്മളെ ക്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. ഈവൻ മോർ ദാൻ 80,000 പ്ലസ് എന്ന് പറയുന്നത് 1 lakh എന്നുള്ള സാലറി പാക്കേജിങ് തന്നെ ഏതിനുണ്ട്, ബാങ്കിനുണ്ട്. ഓക്കെ, അപ്പോൾ സാലറി പെർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതിന് ഇമ്പോർട്ടൻ്റ് ആണ്, ബാങ്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതലാണ്. പിന്നെ പ്രൊമോഷൻ ചാൻസ്, പ്രൊമോഷൻ പെട്ടെന്നാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാങ്കിൻ്റെ എല്ലാവരും ഇഷ്ടപ്പെടും, അത്രയും ഫിൽറ്ററിങ് നടക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ ഫിൽറ്ററിങ് അനുസരിച്ച് തന്നെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴേക്കും നമ്മളിപ്പോൾ ക്ലറിക്കലായിട്ട് ജോയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അടുത്ത സെക്ടറിൽ അടുത്തൊരു 2-3 വർഷം കഴിയുമ്പോൾ, അതാണ് പറയുന്നത് 2 to 3 ഇയേഴ്സിനുള്ളിൽ തന്നെ പ്രൊമോഷൻ ചാൻസസ് കിട്ടുകയാണ്. അതായത് പ്രൊമോഷൻ ചാൻസസ് വളരെ ഹൈ ആണ്. ഏതിൽ? നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, പ്രൊമോഷൻ കൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പോസ്റ്റ്. ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിൽ കയറിയെങ്കിൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ പോകുന്നു, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പോസ്റ്റിൽ പോകുന്നു, ഓരോ സീനിയോറിറ്റി പോസ്റ്റ്, ഓഫീസർ ഗ്രേഡ് പോസ്റ്റുകളായിട്ട് മാറി തന്നെ നമുക്ക് പോകാനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് ഏതിൽ കിട്ടുന്നത്, ബാങ്കിൽ കിട്ടുന്നത്. പിന്നെ എന്താണ് വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് സിലബസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി പഠിക്കാതിരിക്കുന്നെങ്കിൽ, ഇപ്പോൾ SSC കമ്പയർ ചെയ്ത് നോക്കുന്നെങ്കിൽ നമുക്ക് ലിമിറ്റഡ് സിലബസ് ഏതിനുള്ളൂ, ബാങ്കിനുള്ളൂ. ഇത്ര പോർഷൻസേ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളൂ. ഇപ്പം നമ്മുടെ മെയിൻ SSC എക്സാംസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ് പോർഷൻ തന്നെ ഒരുപാടുണ്ട്, അത് തന്നെ പഠിക്കാൻ നമ്മൾ നല്ല ടൈം എടുക്കും. പക്ഷേ ഈ പറയുന്ന ഈ ബാങ്കിങ് എക്സാംസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഈവൻ ജനറൽ നോളജ് എടുത്താൽ പോലും നമുക്ക് കുറച്ച് പോർഷൻസേ കവർ ചെയ്യാനുള്ളൂ. ആ പോർഷൻസ് നിങ്ങൾ കൃത്യമായ രീതിയിൽ എഫിഷ്യൻ്റ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബാങ്കിങ് എക്സാംസ് ഒരു ബെറ്റർ ചോയ്സാണ്. മാത്സ് ഒക്കെ അറിയുന്നുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ റീസണിങ് അറിയുന്നുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്നും പറഞ്ഞ് എക്സാം ഈസി എന്നുള്ളൊരു കാര്യമല്ല പറയുന്നത്. നിങ്ങളെ പ്രിപ്പറേഷൻസ് കൃത്യമായ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് സിലബസ് ആണ്. ആ സിലബസ് നല്ല രീതിയിൽ സ്പീഡും എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. പിന്നെ എന്താണ്, ഫാസ്റ്റ് ജോയിനിങ് പ്രോസസ്സാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള, എല്ലാവരും ബാങ്കിങ് എക്സാം ഇഷ്ടപ്പെടുന്ന കാര്യം ഫാസ്റ്റ് ജോയിനിങ് ആണ്. ഈ മാസം പ്രിലിംസ് നടത്തുമെങ്കിൽ അടുത്ത മാസം മെയിൻസ് നടത്തും, അതിൻ്റെ അടുത്ത മാസം എന്ന് നടത്തും, ഇൻ്റർവ്യൂ നടത്തും, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് അതിൻ്റെ അടുത്ത 5ാമത്തെ മാസം ആകുമ്പോൾ അവരെന്ത് ചെയ്യും, പോസ്റ്റിംഗ് ചെയ്യും. പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എടുപിടി എന്ന് പറഞ്ഞ് തന്നെ അവരെന്ത് ചെയ്യും. പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അത്രയും ഫാസ്റ്റ് മൂവിങ് ആയിട്ടാണ് ഏതിൽ നടക്കാറുള്ളത്, നമ്മുടെ ബാങ്കിൻ്റെ എക്സാമിൽ നടക്കാറുള്ളത്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു നേട്ടമാണ്. നമ്മളിപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ ആ ജോലി കയറാനുള്ള ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം കൊണ്ടാണ് നമ്മൾക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത്യാവശ്യമായിട്ടാണ് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ ബാങ്കാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഫെയർ ആൻഡ് ജെനുവിൻ കോമ്പറ്റീഷൻ ആണ്. ശരിക്കും ഫെയർ ആൻഡ് ജെനുവിൻ കോമ്പറ്റീഷൻ ആണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫിൽറ്ററിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരിക്കലും ഒരു പ്രിലിംസ് ക്വാളിഫൈ ആവുന്നു, മെയിൻസ് ക്വാളിഫൈ ആവുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ SSC എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി വെല്ലായിട്ടുള്ള ഒരുപാട് പേര് ക്വാളിഫൈ ആവും. ചില സമയം അവിടെ എന്ത് ചെയ്തില്ല, നോളജിനെക്കാളും ഫിസിക്കലി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അവിടെ ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഇൻ്റർവ്യൂ സെക്ഷൻസ് ഒന്നും ഏതിനില്ല, SSCക്ക് ഇല്ല. അതേസമയം ഇവിടെ എന്തുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ ഉള്ളപ്പോൾ അത്രയും നോളജ് ബേസും അത്രയും ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പേഴ്സണാലിറ്റി ബേസും എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് കൊടുക്കത്തുള്ളൂ, ബാങ്കിങ് സെക്ടറിൽ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് എൻട്രി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഫെയർ ആൻഡ് ജെനുവിൻ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ എന്തില്ല, ഒരു സ്കാം ആയിട്ട് നമുക്ക് പറയാനൊന്നുമില്ല. നമുക്ക് പലപ്പോഴും SSC എന്ന് പറയുന്ന ഒരു സ്കാം ആയിട്ട് നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാങ്ക് അങ്ങനെയല്ല, ഭയങ്കര ജെനുവിൻ ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും പ്രോസസ്സും ഡൺ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഇനി അടുത്ത ഡീമെറിറ്റ്സ് എന്ന് പറയാം. അപ്പം എല്ലാത്തിനും മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. ആ ഡീമെറിറ്റ്സും കൃത്യമായി മനസ്സിലാക്കുക. ബാങ്ക് എന്ന് പറയുമ്പോഴേ എല്ലാവരും രാജിവെച്ച്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, SSC പഠിച്ചു തുടങ്ങുന്ന ഒരാളും എന്ത് ചെയ്യത്തില്ല, ബാങ്കിലേക്ക് പോകില്ല. പക്ഷെ ബാങ്ക് പഠിച്ച ഒരാൾ പലപ്പോഴും ബാങ്ക് നിർത്തിയിട്ട് SSCയിലേക്ക് എൻ്റർ ചെയ്യാറുണ്ട്. കാരണം അതിൻ്റെ ഹൈ വർക്ക് പ്രഷർ കൊണ്ട് തന്നെയാണ്. ശരിക്കും ആണ്, വർക്ക് പ്രഷർ ഉണ്ട്. ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് പ്രഷർ ഉള്ള ജോലിയാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്തിനും ബാങ്കിനെ പൊക്കി പറയുന്നു എന്നുള്ളവരല്ല. നമുക്ക് എപ്പോഴും ഏതൊരു ജോലി ചെയ്താലും അതിൻ്റെതായ പ്രഷറുണ്ട്. പക്ഷെ അതൊക്കെ സഹിച്ച് നമുക്ക് നല്ലൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബാങ്ക് എന്ന് പറയുന്ന ഒരു ബെറ്റർ ചോയ്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പ്രഷർ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സാലറി പെക്സും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ ചിലർ എന്ത് ചെയ്യും, അതിലേക്ക് ഇൻവോൾവ് ആവും. നമുക്ക് പലതിലും ഇപ്പോൾ ഏതൊരു ജോലി ചെയ്താലും അതിൻ്റെതായ പ്രഷറുണ്ട്. പക്ഷെ അതിൻ്റെതായ പെക്സ്, സാലറി പെക്സ് ആയാലും പ്രൊമോഷണൽ ഗ്രോത്തും ഉണ്ടെങ്കിൽ നമുക്കതൊരു ഈസി ചാൻസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താണ്, പോസ്റ്റിംഗ് ഇൻ റൂറൽ ഏരിയാസ്. പിന്നെ ചിലർക്കൊക്കെ എന്താണ്, സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതെന്തായിരിക്കും, കാരണം ഇതൊക്കെ റീജിയണൽ റൂറൽ ബാങ്കിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ പോസ്റ്റിങ്ങും പലപ്പോഴും എന്തായിരിക്കും, നമ്മുടെ സ്ഥലത്ത് നിന്ന് കുറേ മാറി നമുക്ക് കുറച്ച് റീജിയണൽ ഉള്ളിലോട്ടായിരിക്കും, റൂറൽ പ്ലേസസിലായിരിക്കും ബാങ്കിൻ്റെ വർക്കുകൾ വരുന്നത്. അതുകൊണ്ട് കാരണം ബാങ്കിൻ്റെ ഈ അഗ്രികൾച്ചറൽ ബാങ്കൊക്കെ വെക്കുന്നത്
ഏകദേശം റൂറൽ ഏരിയാസിൽ തന്നെയായിരിക്കും. അതൊക്കെ നമുക്ക് ചിലപ്പോൾ ടഫറായിട്ട് തോന്നും. അതുകൊണ്ട് പോസ്റ്റിംഗ് ഇൻ റൂറൽ ഏരിയാസ് ഈസ് എ പോസിബിലിറ്റി ആണ്. ഏതിലെന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിന്റെ കാര്യത്തിൽ നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ചാൻസ് നമുക്ക് എന്താണ് ഒരു റൂറൽ ഏരിയാസ് ഏറ്റവും കൂടുതൽ ഇപ്പം SSCക്ക് ആയാലും നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന ദൂര സ്ഥലങ്ങളിലായിരിക്കും. പക്ഷേ ഈ ഉൾഗ്രാമങ്ങൾക്ക് ആയിരിക്കും ഏത് കിട്ടുന്നത്, ബാങ്ക് കിട്ടുന്നത്. കാരണം ബാങ്കുകൾ അങ്ങനെയാണ് കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി അടുത്ത് ലിമിറ്റഡ് വാക്കൻസിയുടെ കാര്യം എടുക്കുമ്പോൾ എപ്പോഴും എന്താണ് ബാങ്ക് ലിമിറ്റഡ് ആയിട്ടേ വാക്കൻസി വിളിക്കാറ്. കാരണം അത്രയും ഫിൽറ്ററിങ്, അത്രയും സ്പെഷ്യലൈസേഷൻ ഉള്ള, അത്രയും നല്ല പഠിക്കുന്ന ഒരാൾ മാത്രം കയറിയാൽ മതി എന്നുള്ള ഒരു ഫെയർ കോമ്പറ്റീഷൻ ആണ് ആര് നടത്തുന്നത്, ബാങ്ക് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ചെറിയ ലിമിറ്റഡ് വാക്കൻസി, നല്ല പഠിക്കുന്ന ഒരാൾ, അത്രയും യോഗ്യതയുള്ള ആൾക്കാർ കയറിയാൽ മതി എന്നുള്ളൊരിതുണ്ട്. അതുകൊണ്ട് അവർ ലിമിറ്റഡ് വാക്കൻസിയെ വിളിക്കാറുള്ളൂ. പിന്നെ എന്താണ് പ്രിപ്പറേഷൻ ടൈം ഹയർ ആണ്. ശരിക്കും SSC കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാങ്കിന് അത്യാവശ്യം നല്ല ടൈം വേണം. നമുക്ക് പ്രിപ്പറേഷൻ ടൈം കുറച്ച് കൂടുതലാണെന്ന് തന്നെ മനസ്സിലാക്കിക്കോളുക. ഇനി അടുത്ത് എന്താണ് ടഫർ എക്സാമിന് പ്രിപ്പറേഷൻ ടൈം ഹയർ ആവാൻ കാരണം എന്താ, ടഫർ എക്സാമിനേഷൻ ആണ്. നമ്മൾ വിചാരിച്ച അത്ര ഈസിയിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഏകദേശം നമുക്ക് എന്ത് ചെയ്യണം, ഒരു വർഷം തൊട്ട് ഒരു 1.5 വർഷമെങ്കിലും, 1.5 വർഷം ശരിക്കും പറഞ്ഞാൽ മിനിമം ഒരു 1.5 ഇയേഴ്സ് നമുക്ക് ഏതിനും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ബാങ്കിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത്രയും ടഫറാണ്. നമുക്ക് നമ്മുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരാം. അത് നമ്മൾ ബേസിക്സുകൾ പഠിക്കണം, കോൺസെപ്റ്റുകൾ ക്ലിയർ ആവണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ സ്പീഡ് ഉണ്ടാക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരണമെങ്കിൽ നമുക്ക് അത്യാവശ്യം 1 ഇയർ എബോവ് ടൈം വേണം. അതുകൊണ്ടാണ് ടഫർ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ടൈം ഹയർ ആണ്, നമ്മുടെ ചാൻസസ് കൂടുതൽ. ഈവൻ ഇതിൻ്റെ കട്ട് ഓഫ് കുറഞ്ഞു വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാസ്സാവാനുള്ള ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്റ്റേജസ് ഒക്കെ നമുക്ക് ഇതാണ്, പക്ഷേ കട്ട് ഓഫ് കുറച്ചുമാണ്. പക്ഷെ നല്ല എന്താണ് ആ കട്ട് ഓഫിലേക്ക്, അവർ പറയുന്ന കട്ട് ഓഫിലേക്ക് എത്താൻ നല്ല എനർജി അല്ലെങ്കിൽ നല്ല പ്രിപ്പറേഷൻ ആവശ്യമാണ്. പിന്നെ എന്താണ് ട്രാൻസ്ഫർ എവരി 2 to 3 years. അതൊരു ഡിമെറിറ്റ് ആണോ മെറിറ്റ് ആണോ എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഇരിക്കുന്ന പോസ്റ്റിൽ നിന്ന് 2-3 വർഷം കഴിയുമ്പോൾ ഓരോ പ്രൊമോഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് വരാറുണ്ട്. അതുകൊണ്ട് വർക്ക് പ്രഷറിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നല്ല വർക്ക് പ്രഷർ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ടാർജറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, കമ്പൽസറി ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്, ആളുകളുമായിട്ട് ഇടപെടേണ്ട ആവശ്യങ്ങളുണ്ട്, ഡീൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വർക്ക് പ്രഷറിൽ ഉൾപ്പെടുന്നതാണ്. നമുക്കൊരു ടാർജറ്റ് ചിലപ്പോൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് കാണും, അതിൻ്റെ ട്രാൻസ്ഫറബിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഇയേഴ്സ് ചിലപ്പോൾ 2 to 3 yearsനുള്ളിൽ നടക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ ഫിക്സഡ് ആകുമ്പോൾ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, അടുത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി കണ്ടീഷൻസ് അങ്ങനത്തെയൊക്കെ കുറേ ലിവിങ് ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ എന്താണ് ബാങ്ക് ഒരു ഡിമെറിറ്റ് ആയിട്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി അടുത്ത SSCയുടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ മെറിറ്റ്സ് എന്താണ്, SSC എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് വൈസ് എന്താണ്, ഹൈ ആണ്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിൽ തന്നെ ഏറ്റവും നല്ല പോസ്റ്റുകളിലൊക്കെയാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന CBI ഓഫീസർ ആയാലും എക്സൈസ് ഓഫീസർ ആയാലും ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എൻട്രി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ യോഗ്യതയുണ്ട്, ഓണറബിൾ വാല്യൂ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു വില എന്ന് പറയുന്ന ഒരു സാധനം, നമുക്കൊരു പ്രൗഡായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്താണ്, ഇങ്ങനെ ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ആയി നമുക്ക് കിട്ടുന്നതിലാണ്. പക്ഷെ എന്താണ് അവിടെ സ്റ്റാറ്റസ് ഹൈ ആൻഡ് ഓണറബിൾ ഇൻ സൊസൈറ്റി ആൻഡ് എക്സ്പോഷർ ടു ഗവൺമെന്റ് സെക്ടേഴ്സ്, നല്ല ഗവൺമെന്റ് സെക്ടേഴ്സിൽ നല്ല ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് നമുക്ക് ജോലി കിട്ടുന്നത്. പിന്നെ എന്താണ് ഗസറ്റഡ് പൊസിഷൻ ആയിരിക്കും പലപ്പോഴും നമുക്ക് കിട്ടുന്നത്, ഗസറ്റഡ് വേക്കൻസിയാണ്. പ്രൊമോഷൻ 5 വർഷത്തിലൊരിക്കലാണ്, 5 വർഷത്തിലൊരിക്കലായിരിക്കും നമുക്ക് പ്രൊമോഷൻ വരുന്നത്. അതുകൊണ്ട് ടൈം ലൈൻ ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിമെറിറ്റ് പോലെയാണ് പറയേണ്ടത്. പ്രൊമോഷൻ 5 വർഷം കഴിഞ്ഞേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, ആ ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകൾ എഴുതാം, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകൾ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മാറാം. പക്ഷേ ഒരു മിനിമം പ്രൊമോഷൻ കിട്ടാൻ ഒരു 5 വർഷം എടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിമെറിറ്റ് ആണ് കേട്ടോ, ഡിമെറിറ്റ് ആണ്. അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, 5 വർഷം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ ട്രാൻസ്ഫർ. കാരണം ഓരോ പ്രൊമോഷൻ കഴിയുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്. അപ്പോൾ 5 വർഷത്തിൽ ഒരിക്കലായിരിക്കും നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉൾപ്രദേശത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫറിങ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ. പിന്നെ എന്താണ് ഈസി പ്രിപ്പറേഷൻ ആണ്, അതൊരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് പ്രിപ്പറേഷൻ അത്യാവശ്യം 1 ഇയറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമ്മൾ അതിൻ്റെ ബേസിക്സ് ഒക്കെ കവർ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഹൈ കട്ട് ഓഫ് ആണ്, പോസ്റ്റിംഗ് അവേ ഫ്രം ഹൈ കട്ട് ഓഫ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഹൈ കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. കാരണം ഇത്ര വാക്കൻസി ആണെങ്കിൽ പോലും അതിന് നല്ല രീതിയിൽ നമ്മൾ ടഫറായിട്ട്, ഇപ്പോൾ എക്സാം അത്യാവശ്യം ഈസി ആണെങ്കിൽ പോലും നമുക്ക് എന്തായിരിക്കും കട്ട് ഓഫ് വരുന്നത് ഹയർ ആയിരിക്കും. അത്യാവശ്യം ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനാണ് പലരും എന്ത് ചെയ്യുന്നത്, ഭയങ്കരമായിട്ടും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഹയർ കട്ട് ഓഫ് ആണ് ഏതിന് വരുന്നത്, SSCക്ക് വരുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് നോക്കുന്നെങ്കിൽ SSCക്ക് ഹയർ കട്ട് ഓഫ് ആയിരിക്കും. ആ ഹയർ കട്ട് ഓഫ് ക്വാളിഫൈ ആവാൻ ഭയങ്കരമായിട്ടും ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എക്സാം ഈസി ആയിരിക്കും, പക്ഷെ നമുക്ക്
0.5 1 2 മാർക്കിന് വേണ്ടിയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചാൻസ് പോകുന്നതെന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റിംഗ്സ് അവേ ഫ്രം ഹോം സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ കിട്ടണമെന്നില്ല, ഡിപ്പാർട്ട്മെന്റ്സ് എവിടെയാണോ ഉള്ളത് അവിടെ ആയിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞ് ലോവർ ഡിപ്പാർട്ട്മെന്റ്സിന് എന്തായിരിക്കും, ലോവർ പേ സ്കെയിൽ ആയിരിക്കും. ഇപ്പോൾ 10ന്റെ ക്വാളിഫിക്കേഷനിലൊക്കെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ നമുക്ക് സാലറി പാക്കേജ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ക്ലറിക്കൽ അല്ലെങ്കിൽ ഏറ്റവും ലോവർ പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെതായ വിലയേ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ലോവർ ഡിപ്പാർട്ട്മെന്റ്സിന് ലോവർ പേ സ്കെയിലും ലോവർ ഓണറബിലിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് കുറച്ച് ജോലിയും ഉണ്ടായിരിക്കും, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു സാലറി ഉണ്ടാവാത്ത ഒരു ഗതി ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അത്യാവശ്യം ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ വരും. കാരണം സെൻട്രൽ ഗവൺമെന്റ് ജോബിന് അതിൻ്റെതായ അലവൻസ് പാക്കേജ് ഉണ്ട്, അതൊരു സത്യം. ഇനി അടുത്ത ലെസ് കരിയർ ഗ്രോത്ത് ആണ്. കരിയർ ഗ്രോത്ത് അവിടെ എന്താണ്, വളരെ കുറവാണ്. കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ലോവർ പോസ്റ്റിൽ നിന്ന് നമുക്ക് കരിയർ ഗ്രോത്ത് വരണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊമോഷൻസ് വരുന്നെങ്കിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ അത്രയും ടൈം നമുക്ക് എടുക്കും എന്നുള്ളൊരു കാര്യമാണ്. SSC എന്ന് പറയുന്ന ഒരു സ്ലോ പ്രോസസ് ആണ്, എപ്പോഴും നല്ലൊരു രീതിയിലല്ല അത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ലോങ്ങർ പേസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ആ റിക്രൂട്ട്മെന്റ് ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിട്ടാണ് അവർ കാണുന്നത്. ഏറ്റവും പെട്ടെന്നൊന്നും അവരെന്ത് ചെയ്തില്ല, കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ഡീമെറിറ്റ് SSCക്ക് ഉണ്ട്. പക്ഷെ അതെല്ലാം മനസ്സിലാക്കി, എല്ലാത്തിനും അതിൻ്റെതായ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളെ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, 1 ഇയർ ടൈം എടുത്ത് നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു 6 months ആയാലും നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൃത്യമായി മനസ്സിലാക്കിക്കോളുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളാം. SSC RRB ബാങ്കിൻ്റെ ഓൺലൈൻ കോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് SSC CGL പോലെയുള്ള എക്സാംസിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഫിനിഷപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളായിട്ട് ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ചാൻസ് ആണ്. SSC ആയാലും ബാങ്ക് ആയാലും RRB ആയാലും എന്തൊരു എക്സാം ആയാലും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഇന്ന് വിളിക്കേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ തന്നെ SSC CGLന്റെ കോഴ്സസ് ലൈവ് പ്ലസ് റെക്കോർഡ് ഇപ്പോൾ ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. 8,000 ഇപ്പോൾ എന്ത് ചെയ്യേണ്ടത്, കോഴ്സസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ SSCയുടെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അതിൽ SSC CHSL MTS പോലുള്ള എല്ലാ എക്സാംസും കവർ ചെയ്യുന്നുണ്ട്. ബാങ്കിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ ബാങ്കിന്റെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അതിന്റെ ഫൗണ്ടേഷൻ കോഴ്സും നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊരു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സസിന് വേണ്ടി ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ദിശ അക്കാഡമി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഒരു കൃത്യമായ രീതിയിലുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരാനുള്ള എല്ലാവിധ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ SSC ആണോ ബാങ്ക് ആണോ ബെറ്റർ എന്ന് നോക്കി നിൽക്കുന്നേക്കാൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ അതിന് വേണ്ടിയായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്ക് എന്ന രീതിയിൽ നമ്മൾ തുടങ്ങിയാൽ പോലും SSCക്കും ബാങ്കിനും എല്ലാത്തിനും അത് എന്ത് ചെയ്യും, ഫ്രഷപ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് വേണ്ടത് സബ്ജക്ട് നോളജ് ആണ്. ആ സബ്ജക്ട് നോളജിൽ നമ്മൾ ഏറ്റവും മികവ് പുലർത്തുക എന്നുള്ളൊരു കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.